ഈ കഴിഞ്ഞ വ്യാഴാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ആടുജീവിതം ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ ഓരോന്നായി ഭേദിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യ ദിനം വേൾഡ് വൈഡ് 16 കോടി രൂപ കളക്ട് ചെയ്ത ഈ ചിത്രം ഇന്നത്തെ ഒരു വേൾഡ് വൈഡ് റൺ കഴിയുമ്പോൾ 60 കോടി ക്ലബിലേക്ക് എത്തുമെന്നാണ് നമ്മൾ കരുതുന്നത്. 3 ദിവസം കൊണ്ട് ഏകദേശം 48 കോടി രൂപ ആണ് ഈ ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മുടെ ഒരു ഏർലി എസ്റ്റിമേറ്റ് വെച്ചിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രം മലയാളത്തിലെ ഏറ്റവും വേഗതയേറിയ 50 കോടി ക്ലബ്ബ് സിനിമയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് 60 ക്രോർ ക്ലബിലേക്ക് എത്തിക്കഴിയുമ്പോൾ മലയാളത്തിൽ ഒരു ചിത്രം ആദ്യ 4 ദിവസം അല്ലെങ്കിൽ ഓപ്പണിംഗ് വീക്കെൻഡിൽ ഏറ്റവും അധികം കളക്ഷൻ നേടിയ മലയാള സിനിമ എന്നുള്ള ഖ്യാതിയും ഈ സിനിമ സ്വന്തമാക്കും. അതോടൊപ്പം തന്നെ കേരളത്തിലും ഓപ്പണിംഗ് വീക്കെൻഡ് ഏറ്റവും അധികം കളക്ഷൻ നേടിയ സിനിമ എന്നുള്ള റെക്കോർഡും ഇന്നത്തോടെ ഈ സിനിമയ്ക്ക് ലഭിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. നേരത്തെ ഭീഷ്മപർവ്വമായിരുന്നു ഏറ്റവും അധികം കളക്ഷൻ നേടിയ മലയാള ചിത്രം ഓപ്പണിംഗ് വീക്കെൻഡിൽ. അതോടൊപ്പം തന്നെ വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ ലൂസിഫർ ആയിരുന്നു. അപ്പോൾ ആ 2 റെക്കോർഡുകളും ഇന്ന് ഭേദിക്കപ്പെടും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അത് ഭേദിക്കും, അതിലൊരു സംശയമില്ല. അപ്പോൾ നമുക്ക് എന്നാലും ഒരു എൻഡ് ഓഫ് ദ ഡേ ആണ് നമ്മളത് പോസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആടുജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ ഇനിയിപ്പോൾ എന്താ പറയുക, നമ്മൾ നാളെ തൊട്ട് വർക്കിംഗ് ഡേയിലേക്ക് കടക്കുകയാണ്. ഒരു ഹോളിഡേ വീക്കെൻഡ് ആയിരുന്നു, അത് കഴിഞ്ഞു. അപ്പം നാളെ തൊട്ടുള്ളൊരു ഹോൾഡ്, അതായത് ഓവർസീസിലും മറ്റുമൊക്കെ ഡെഫിനറ്റ്ലി നമുക്കറിയാം ഒരു വലിയൊരു പെർസെൻറ്റേജ് വ്യത്യാസം വരും, ഡ്രോപ്പ് വരും കളക്ഷനിൽ. അത് എക്സ്പെക്റ്റഡ് ആണ്, അത് ഏത് സിനിമയ്ക്കും ഉള്ളതാണ്. എന്നാൽ കേരളത്തിൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ, കേരളത്തിലും അതുപോലെ തന്നെ നമ്മുടെ നമുക്ക് വേണം ഇന്ത്യൻ ബോക്സ് ഓഫീസ് എന്ന് പറയാം, ഒരു ഇതിൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങളും അതിൻ്റെ ഒരു ഫൈനൽ ഇതെങ്ങോട്ടേക്ക് പോകുമെന്നുള്ളത് ഈ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ വരെയുള്ള ഈ 3 ദിവസത്തെ ഒരു റണ്ണ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു ഇതിൻ്റെ ആയിരിക്കും നമുക്കൊരു ഫൈനൽ നമ്പറിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു എസ്റ്റിമേഷനൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ഈ 4 ദിവസം ഒന്നും പറയാനില്ല, അതിഗംഭീര പെർഫോമൻസ് ആണ് ലോകമെമ്പാടും ചിത്രം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഓസ്ട്രേലിയ ബോക്സ് ഓഫീസ്, ന്യൂസിലൻഡ് ബോക്സ് ഓഫീസ്, നോർത്ത് അമേരിക്ക, UK ഒക്കെ തന്നെ റെക്കോർഡ് ഓപ്പണിംഗ് വീക്കെൻഡ് നമ്പേഴ്സിലേക്കാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ ഓൾറെഡി ആയി കഴിഞ്ഞിട്ടുള്ളതും. അതോടൊപ്പം തന്നെ ഗൾഫിൽ ഈ ആഴ്ച UAE മാത്രമാണ് സിനിമ റിലീസായത്. അപ്പോൾ അടുത്ത ആഴ്ച ബഹ്റൈൻ സെൻസർ പാസ്സായിട്ടുണ്ട്, ബാക്കി രാജ്യങ്ങളുടെ കാര്യം അറിയില്ല. അപ്പോൾ അതും ഒരു കളക്ഷനെ ബൂസ്റ്റ് ചെയ്യുന്നൊരു കാര്യമായിരിക്കും. അതോടൊപ്പം തന്നെ ഇത് മലയാളികൾക്ക് വളരെ പ്രിയങ്കരമായ നോവലുകളിലൊന്നാണ്, ഏറ്റവും അധികം മലയാളികൾ വായിച്ചിട്ടുള്ള ഒന്നാണ്. അതിനെ ഒരു നല്ല രീതിയിലുള്ളൊരു സിനിമ ആവിഷ്കാരമായി മാറിയപ്പോൾ ജനങ്ങൾ തിയേറ്ററിലേക്ക് ഒഴുകിയെത്തുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നോവലുകൾ വളരെ മികച്ച രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത് തിയേറ്ററിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് കാണാൻ പ്രേക്ഷകർ ഉണ്ടാകും എന്നുള്ളതിനൊരു വലിയൊരു തെളിവ് കൂടിയായി മാറുകയാണ് ആടുജീവിതം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ബാക്കി ഒരു കാര്യങ്ങൾ, അത് എത്ര കോടി വരെ എത്തും എന്നൊക്കെ ഉള്ളത് നമുക്ക് കൂടുതലായിട്ട് ഒരു അടുത്ത ആഴ്ച ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത്.